രണ്ട് വിവാഹയോഗമുള്ള നക്ഷത്രങ്ങൾ. വേദജ്യോതിഷത്തിൽ പലരും ഭയത്തോടെയും സംശയത്തോടെയും കാണുന്ന ഒന്നാണ് രണ്ട് വിവാഹയോഗം. എന്നാൽ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. ജനിച്ച നക്ഷത്രം കൊണ്ട് മാത്രം ഒരാൾക്ക് രണ്ട് വിവാഹം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഇത് ജാതകത്തിലെ ഗ്രഹനിലകളെ ആശ്രയിച്ചായിരിക്കും. എങ്കിലും ചില നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ വരാനോ ബന്ധം വേർപിരിയാനോ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. പ്രധാനമായും പാപഗ്രഹങ്ങളുടെ ആധിപത്യമുള്ള നക്ഷത്രങ്ങൾക്കാണ് ഈ സാധ്യത കൽപ്പിക്കുന്നത്. ചൊവ്വായുടെ നക്ഷത്രങ്ങളായ മകയിരം, ചിത്തിര, അവിട്ടം, രാഹുവിന്റെ നക്ഷത്രങ്ങളായ തിരുവാതിര, ചോതി, ചതയം, കേതുവിന്റെ അശ്വതി, മകം, മൂലം, കൂടാതെ സൂര്യന്റെ കാർത്തിക, ഉത്രം, ഉത്രാടം എന്നിവ ഇതിൽപ്പെടുന്നു. ഇവരുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിനോ ഏഴാം ഭാവാധിപനോ വിവാഹകാരകനായ ശുക്രനോ ബലമില്ലാതാവുകയോ പാപദൃഷ്ടി വരികയോ ചെയ്താൽ വിവാഹബന്ധം വേർപെടാനും പുനർവിവാഹത്തിനും സാധ്യതയേറുന്നു. ഇതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശരിയായ ജാതക പൊരുത്തത്തിലൂടെയും ലളിതമായ പരിഹാര മാർഗങ്ങളിലൂടെയും ഈ ദോഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ജാതകം ഒരു ജ്യോതിഷനെ കൊണ്ട് കൃത്യമായി വിശകലനം ചെയ്തിരിക്കണം.